ഞാൻ ഒരിക്കലും ഒരു റെസ്റ്റോറന്റ് ഓണറെയോ അല്ലെങ്കിൽ ആ റെസ്റ്റോറന്റിന്റെ ഇൻചാർജിനെയോ ഒന്നും കുറ്റം പറയുന്ന ഒരു വീഡിയോ അല്ല അത്. ഒരു റെസ്റ്റോറന്റ് വിസിറ്റ് കഴിഞ്ഞ് മടങ്ങുന്ന സമയത്ത് ഞാനും എന്റെ ടീമും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഡിന്നർ ആയിട്ടുണ്ട്. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷവായൊക്കെ ഫോക്കസ് ചെയ്ത് ചെയ്യുന്ന റെസ്റ്റോറന്റിൽ കയറി. ഹാൻഡ് വാഷിംഗ് ഏരിയ ചെന്നപ്പോൾ അവിടെ ഭയങ്കര തിരക്ക്. നോക്കിയപ്പോഴാണ് മനസ്സിലായത് അവിടെ വെള്ളമില്ല, അതായത് ഹാൻഡ് വാഷ് ഏരിയയിൽ വെള്ളം വരുന്നില്ല. ആ റെസ്റ്റോറന്റിൽ ഉണ്ടായിട്ടുള്ളത് അവിടുത്തെ വാട്ടർ മോട്ടർ കംപ്ലൈന്റ് ആയതാണ്. റെസ്റ്റോറന്റ് ഓപ്പറേഷൻസ് നടത്തുന്നവർക്ക് അറിയാം ഇങ്ങനത്തെ പല സാഹചര്യങ്ങളും നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ടാവും. ആ സാഹചര്യങ്ങൾ നമ്മുടെ സ്റ്റാഫ് എങ്ങനെയാണ് അത് മാനേജ് ചെയ്യുന്നത് എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അവിടെ ആ സ്റ്റാഫ് മാനേജ് ചെയ്യുന്ന രീതി ആ റെസ്റ്റോറന്റിനും ആ ബ്രാൻഡിനും പറ്റിയതല്ല എന്ന് എനിക്ക് തോന്നി. ഒരു ബക്കറ്റിൽ ആ സ്റ്റാഫ് വെള്ളം കൊണ്ടുവന്നു. പിന്നെ കപ്പ് വേണമല്ലോ കൈ കഴുകണം എന്നുണ്ടെങ്കിൽ, കപ്പിന് പകരം ഒരു വാട്ടർ ബോട്ടിൽ ഉണ്ടല്ലോ അത് കട്ട് ചെയ്തിട്ട് അതാണ് പിന്നെ ഒരു കപ്പായിട്ട് നമുക്ക് തരുന്നത്. ഞാൻ ഒരിക്കലും ആ സ്റ്റാഫിനെ കുറ്റം പറയല്ല. അവൻ നല്ല പ്രോബ്ലം സോൾവർ ആണ്. ആ പ്രശ്നം അഡ്രസ് ചെയ്തിട്ട് അവൻ അത് അവന്റെ ലോജിക്ക് അനുസരിച്ച് ചെയ്യുന്നുണ്ട്. ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ നമ്മുടെ ബ്രാൻഡ് എങ്ങനെയാണ് അത് മാനേജ് ചെയ്യുന്നുള്ളത് വലിയ കാര്യമാണ്. റെസ്റ്റോറന്റ് ഓപ്പറേഷൻസിൽ ചില സാഹചര്യങ്ങൾ മാനേജ് ചെയ്യാൻ ചില ട്രെയിനിങ്ങുകൾ അത്യാവശ്യമാണ്.